എൻ്റെ കൂട്ടുകാരി ഇതുവരെ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല. എന്നെ പറ്റിച്ചല്ലോ. ഇന്ന് ഞാൻ മാത്രം ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. ആരെയും കണ്ടില്ല. എല്ലാവരും എവിടെ പോയെന്നറിയില്ല. കുറച്ച് നേരം ഇവിടെ റോസി ഉണ്ടായിരുന്നു. അവനും ഇപ്പോൾ എവിടെ പോയെന്നറിയില്ല. ആരോ വരുന്നത് പോലെ ഒരു സൗണ്ട് ഉണ്ടല്ലോ. നോക്കാം ആരൊക്കെ വരുന്നു. ബ്ലാക്കി വരുന്നുണ്ട്, മാർക്സ് വരുന്നുണ്ട്, ജിഞ്ചി വരുന്നുണ്ട്. എല്ലാവരും എവിടെ പോണെന്നറിയില്ല. ജിഞ്ചി ഇവിടെ മരത്തിൻ്റെ അടുത്തുണ്ട്. ബാക്കിയുള്ളവർ എവിടെ പോയെന്നറിയില്ല. അവൻ്റെ അടുത്ത് പോയാൽ ഇപ്പം 2 തല്ല് വെച്ച് തരും. അതുകൊണ്ട് മിണ്ടാതെ ഇവിടെ ഇരിക്കാം. അവൻ്റെ അടുത്ത് കളിക്കാൻ നല്ല രസമാണ്, പക്ഷേ തല്ല് വെച്ച് തരുമല്ലോ, അതാണ് കാര്യം. അതാ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ മേലെല്ലാം ഒന്ന് വൃത്തിയാക്കിക്കോട്ടെ. ഞാൻ രാവിലെ കുളിച്ചിട്ട് വൃത്തിയായിട്ട് എവിടെയെങ്കിലും പോകും. അതിന് കുറച്ച് സമയമെടുക്കും. പോയവരെല്ലാം തിരിച്ചു വരാൻ തുടങ്ങിയല്ലോ. ഞാൻ ഒന്ന് കുളിച്ച് നല്ലതായിട്ട് വൃത്തിയായിക്കൊള്ളട്ടെ. എന്നിട്ട് വെളിയിൽ കറങ്ങാൻ പോവാം. കുറച്ച് ദിവസമായി വെളിയിലൊക്കെ പോയി. താഴെ മോക്സ് ഉണ്ടെന്നാ തോന്നുന്നു. അവൻ്റെ അടുത്ത് ഇപ്പം പോകണ്ട. ജിഞ്ചി ഈ ചെടിയിൽ പൂമ്പാറ്റവന് അതിനെ പിടിക്കാൻ വേണ്ടിയാണ് അവൻ ഇവിടെ ഒളിച്ചിരിക്കുന്നത്. കണ്ടില്ലേ എങ്ങനെ ഒളിച്ചിരിക്കുന്നെന്ന്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവന് ഉറങ്ങാൻ സമയമായി. ചിലപ്പോൾ കിടന്ന് ഉറങ്ങും. ഇപ്പോൾ ഉറങ്ങുമെന്നാ തോന്നുന്നു. ഏതായാലും നമ്മൾ പതുക്കെ അവൻ്റെ അടുത്ത് പോയി നോക്കാം. അവൻ്റെ വാലിന് 2 തട്ട് വെച്ച് കൊടുത്താലോ. അവൻ അവിടെയും ഇവിടെയും കിടന്ന് ഉരുണ്ടുകൊണ്ടിരിക്കുന്നു. ഞാനും ഉരുണ്ട് നോക്കാം. ചിലപ്പോൾ അവന് ദേഷ്യമാവും. അവൻ്റെ അടുത്ത് കളിക്കാൻ പോയാൽ തല്ലു വെച്ച് തരും. അതുകൊണ്ട് അവനെ കണ്ടാൽ എനിക്ക് ഇച്ചിരി പേടിയുണ്ട്. അവൻ ഇനി വേറെ എവിടെയും കറങ്ങാൻ പോവോ എന്തോ അറിയില്ല. നോക്കിയിരിക്കുന്നു എന്നെ. വേറെ പ്ലാൻ ഉണ്ടെന്നാ തോന്നുന്നു. എൻ്റെ വാലും തലയും എല്ലാം തൊട്ട് നോക്കുന്നുണ്ട്. മിണ്ടാതെ ഒന്നും അറിയാത്തതുപോലെ ഇരിക്കാം. അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് കളിക്കാൻ പോയാൽ പിന്നെ അവൻ എന്ത് ചെയ്യുമെന്നറിയില്ല. ഇവിടെ കിടന്ന് കറങ്ങണം. ഇവൻ പോയാൽ നമുക്കൊന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാമായിരുന്നു. ഇവിടെ കിറങ്ങി ഇവിടെ നിന്നുകൊണ്ടിരിക്കുന്നു. പോയെങ്കിൽ ഒന്ന് ഉറങ്ങാമായിരുന്നു.